രാഹുലിന് PSC നിയമനവുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഉണ്ടാകുന്നു. ഇതിൽ എന്തൊക്കെയോ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് തോന്നുന്നു. രാഹുൽ അതിനെതിരെ ഒരു വിവരാവകാശ കമ്മീഷൻ ഒരു RTI ഫയൽ ചെയ്യാണ്. അപ്പോൾ ഈ RTI ഫയൽ ചെയ്തതിന് റിപ്ലൈ ആയിട്ട് രാഹുലിനോട് പറയുകയാണ് ഈ പരാതിക്കാരന്റെ മനോനില പരിശോധിക്കണമെന്ന്. അപ്പോൾ രാഹുലിന് എന്തായിരിക്കും തോന്നുന്നത്? സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് തെറി പറയാനായിരിക്കും തോന്നുന്നത്. കാരണം നമ്മള് PSC എന്ന് പറയുന്നത് കേരളത്തിലെ എത്ര വിദ്യാർത്ഥികളാണ് ഇടുന്നത്, എത്ര യുവജനങ്ങളാണ് എഴുതുന്നത് എന്നുള്ള ഓർമ്മ വേണം. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തൊഴിലിന് വേണ്ടി കഷ്ടപ്പെടുന്ന യുവാക്കളെ. എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ പഠിച്ച ആളുകൾ പോലും നല്ല മാർക്ക് വാങ്ങിയതിനു ശേഷം MSCയും PGയും PhDയും ഒക്കെ എടുത്തിട്ടും PSCയിലേക്ക് പിന്നീട് മാറുന്നതിൻ്റെ ഒരു സാഹചര്യം. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലില്ല, അവർക്ക് ജോലി ചെയ്യാൻ തൊഴിലില്ല. അപ്പോൾ ആകെയുള്ള ആശ്രയമായിട്ട് PSC മാറുന്നൊരു സാഹചര്യം. ആ PSCയിലാണ് സഖാക്കന്മാർക്ക് ജോലി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ജോലി കൊടുത്തു, ഇത്തരം ഒരു സംഭവം ഉണ്ടായി, ക്രമക്കേടുണ്ട് എന്നൊരു സംശയം ഒരാൾക്ക് തോന്നുന്നു. അദ്ദേഹം പരാതി കൊടുക്കുന്നില്ലെങ്കിൽ RTI ഫയൽ ചെയ്യുമ്പോൾ ഇയാളുടെ മനോനില പരിശോധിക്കണം എന്നതിനേക്കാൾ ഉപരി ഇവിടത്തെ സിസ്റ്റത്തെ പരിശോധിക്കണം എന്ന് എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കാത്തത്? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ മേഘയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് ഭ്രാന്താ, നീ പോടാ എന്ന് പറയുന്നതിൽ ഇപ്പോ നമ്മൾ വ്യക്തികളാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മളൊരു സിസ്റ്റത്തിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. എന്തിനാണ് പിന്നെ ഭരണഘടന എന്ന് പറയുന്നൊരു സാധനം ഉള്ളത്? നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ആ സിസ്റ്റം നൽകണം. അതാണ് ഭരണഘടന നൽകുന്ന നീതി എന്ന് പറയുന്നത്. അതെ, 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നതും ഇതിന്റെ ബേസിസിലാണ്. പൊതുജനത്തിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോട് ചോദിക്കാനുള്ളത് ചോദിക്കണം, അതിന് ഇത്ര ദിവസത്തിനുള്ളിൽ ഉത്തരം കിട്ടുകയും വേണം. അതാണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം അഴിമതി കഥകൾ, ക്രമക്കേട് കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു 300 പേർക്കുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് പോലും ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ 1000-ഓളം വേക്കൻസി ഉള്ള അല്ലെങ്കിൽ 1000-10,000 വേക്കൻസി ഉള്ള LD ക്ലർക്ക് പോലെയുള്ള LGS പോലെയുള്ള പരീക്ഷകളിൽ എന്തോരം ക്രമക്കേട് നടക്കുന്നുണ്ടാകും. എത്ര പരിഗണിക്കപ്പെടേണ്ട എത്ര പേർ, യോഗ്യരായ എത്ര പേർ പുറത്തു നിൽക്കുന്നുണ്ടാകും. PSCയിലെ വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSCക്കകത്തെ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയമായിരുന്നു വിഷയം. തീർച്ചയായിട്ടും 10 വർഷക്കാലം പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ഇനിയും ഞങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ധാർഷ്ട്യം. ആ ധാർഷ്ട്യത്തിൽ എന്താണ് ചെയ്തത്? PSCയിലെ ഉദ്യോഗസ്ഥർ അത് CPM അനുകൂല സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് CPMുമായിട്ട് കൃത്യമായുള്ള ബന്ധമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു യുവജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനു മുമ്പിട്ട്, അതായത് ഈ സർക്കാർ അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പിട്ട് ഇവിടെ ഓരോ യുവാക്കളുടെയും കണ്ണുനീര് നമ്മൾ കണ്ടതാണ്. ഓരോ മാധ്യമങ്ങളും ഇത് ചോദ്യം ചെയ്തതാണ്. അതിൻ്റെ പേരിൽ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നടപടിയെടുക്കാൻ കഴിയാതെ പോയിട്ടുള്ള സർക്കാരായിരുന്നു ഉള്ളത്. പക്ഷേ എന്താണ് PSCയിൽ നടക്കുന്നത്? PSCയിൽ ഒരു ചന്ത പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. ചന്തയിൽ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ ചെല്ലുകയാണ്. നമ്മൾ വില പേശി സാധനം വാങ്ങിക്കത്തില്ലേ? ഞാൻ എന്നിട്ട് ആദായ വിൽപ്പന LDC വിൽക്കാനുണ്ട്, UDC വിൽക്കാനുണ്ട്. അങ്ങനെ ഒരു സഖാവിലേക്കുള്ള നിങ്ങളുടെ ബന്ധം എഴുതി കാണിക്കൂ, നിങ്ങൾക്കൊരു ജോലി ഞങ്ങൾ ഉറപ്പാക്കാം. പാർട്ടി സെക്രട്ടറിയായിട്ട് എന്തോ ബന്ധം? പാർട്ടി സെക്രട്ടറിന്റെ അമ്മായിയുടെ മോളുടെ കടയുടെ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ ചേച്ചിയുടെ മോനാണ്. അപ്പൊ അത്രയും ബന്ധമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2 ഇല്ലേ? +2 ആണെങ്കിൽ ഒരു കോൺസ്റ്റബിൾ വരാം. ഡിഗ്രി വരെ പഠിച്ചാൽ വേണമെങ്കിൽ ഒരു ജയിൽ വാർഡൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാം. ലൈക്ക് CBCID വേണോ? അപ്പൊ ഓരോന്നിനും ഓരോ പൈസ പറഞ്ഞിട്ട് ഇവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം രാഹുൽ, ഇപ്പോൾ PSCയുടെ തലപ്പത്തിരിക്കുന്ന പലരെയും എടുത്ത് ഉയർത്തി അവിടെ വെച്ചത് ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ രാഹുലിന് ഒരു 2 ലക്ഷം രൂപ സാലറി ഉള്ള ഒരു ജോലി സർക്കാർ, ഇപ്പൊ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചോളൂ, ഞാൻ രാഹുലിന് 2 ലക്ഷം രൂപ സാലറി ഉള്ള ഒരു ജോലി തരുന്നു, ഒരു തലപ്പത്ത് കയറ്റിയിരുത്തുന്നു. അപ്പോൾ രാഹുലിന് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പൊതുജനത്തോടാണോ നന്ദി തോന്നുക, എന്നോടാണോ നന്ദി തോന്നുക? സ്വാഭാവികമായിട്ട് ജോലി വന്നവരോട് നന്ദി. അപ്പൊ PSCക്കാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? PSCയുടെ തലപ്പത്തിരിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അവിടെ ഇരിക്കുന്നത് ഈ ക്രമക്കേടിന്റെ പുറത്താണ്. ആലോചിച്ചു ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ബോർഡിലേക്ക് വരുമ്പോഴാണ് ഇന്റർവ്യൂ ബോർഡിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഇവരെ കണ്ടിട്ട് ഒരു തുക ഓഫർ ചെയ്യുന്നു. ഇവരിൽ നിന്നും 40 ലക്ഷമോ 50 ലക്ഷമോ വാങ്ങിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ തുക
എല്ലാവരും കൂടെ വീതിച്ചെടുക്കുന്നു. ഇതായിരിക്കാം PSC സംഭവിച്ചുള്ളത്. അതെ, അപ്പോൾ ഇങ്ങനെയാണ് ഒന്നാം റാങ്കുകാർ പോലും ഇപ്പൊ പരീക്ഷ എഴുതി ഒന്നാം റാങ്ക് കിട്ടിയ ആള് പോലും 10ഉം 20ഉം റാങ്കിലേക്ക് പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മാർക്ക് കുറഞ്ഞ ആൾക്കാർ ഇന്റർവ്യൂവിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു എന്നങ്ങ് എഴുതി വിടുകയാണ്. ഇതെല്ലാം ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1, 2, 3 അല്ലെങ്കിൽ 10 കേസുകളായിരിക്കും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആസൂത്രണ ബോർഡിൽ 1.25 ലക്ഷം രൂപ സാലറിയിൽ കയറിയിരിക്കുന്നവർ പോലും അതിന് യോഗ്യരല്ല എന്നുള്ള കാര്യം വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 1.25 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്ന ജോലിയാണെങ്കിൽ അതിന് കമ്മീഷനായിട്ട്, ആ ജോലി വാങ്ങാൻ കമ്മീഷനായിട്ട് എത്ര രൂപ കൊടുത്തു കാണും? ഒരു മാസം 1.25 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ അധ്യാപകരുടെ നിയമനത്തിനായിട്ട് നമ്മൾ പലപ്പോഴും ഏഴുള്ള സ്കൂൾ അധ്യാപകരുടെ അവിടെ അവർക്ക് കിട്ടുന്ന സാലറി എത്രയാണ്? 20,000 30,000 രൂപ സാലറി ആയിരിക്കും. ആ സാലറിക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നത് 40 ലക്ഷവും 50 ലക്ഷവും 60 ലക്ഷവും രൂപയാണ്. അപ്പോ 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്ക് വേണ്ടിയിട്ട് എത്ര കോടികളായിരിക്കും അവർ കൊടുത്തിട്ടുള്ളത്? കോടികൾ കൊടുക്കുന്ന ആളുകൾക്ക് അവർ വേണ്ടുന്ന അവരുദ്ദേശിക്കുന്ന സ്ഥാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ നടക്കുന്നത് എന്താണ്? ഇപ്പോഴുള്ള അതേപോലെ തന്നെ നടക്കുന്ന മറ്റൊരു കാര്യമാണ് ട്രാൻസ്ഫർ. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ വേണം. ആ ട്രാൻസ്ഫറിന് വേണ്ടി ഇത്ര രൂപ, 50ഉം 60ഉം 70ഉം ലക്ഷം രൂപ കൊടുത്ത്, അല്ലെങ്കിൽ 2, 3, 4 ലക്ഷം രൂപ കൊടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ, അവർക്ക് വേണ്ടുന്ന ആളുകൾക്ക് ജോലി. പാർട്ടി ബന്ധങ്ങൾ മാത്രം മതി, പാർട്ടിക്കാരനായാൽ മാത്രം മതി. നമ്മൾ പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമായിരുന്നു, ആയ കാലത്തൊന്ന് കൊടി പിടിച്ച് 2 അടിയൊക്കെ പിടിച്ചിരുന്നായിരുന്നെങ്കിൽ സുഖമായിട്ടൊരു ജോലിക്ക് കയറി ഇരിക്കാമായിരുന്നു എന്ന്. കൃത്യമായി കഴിഞ്ഞ 10 വർഷത്തെ PSC നിയമനങ്ങൾ ഓരോന്നും അതിനി എത്ര ചെലവുണ്ടായാലും എത്ര കാലതാമസം എടുത്താലും കഴിഞ്ഞ 10 വർഷത്തെ നിയമനങ്ങൾ കൃത്യമായി പരിശോധിക്കണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഇവരുടെ പേപ്പറുകൾ എത്രത്തോളം മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ടെന്ന് നോക്കണം. ഇപ്പോൾ 20 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതിരിക്കുക, അല്ലെങ്കിൽ 10 ചോദ്യങ്ങളായിക്കോട്ടെ, എത്ര റാങ്കാണ് മാറ്റം വരുന്നത്? പോട്ടെ, ഈ പറഞ്ഞ നമ്മൾ ഈ ശിവരഞ്ജിത്തിന്റെ കഥ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഫുൾ മാർക്കും കൊടുത്ത് 1ാം റാങ്കും കൊടുത്ത് ജോലിയും കയറി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അറിയുന്നത് അതിൽ ക്രമക്കേട് ഉണ്ടായി എന്നുള്ള കാര്യം. അല്ല, അവിടെ നടന്നൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ റിപ്പോർട്ട് വരുമ്പോൾ, ശിവരഞ്ജിത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ, ആ റാങ്ക് ലിസ്റ്റ് മുഴുവൻ അതിൽ എത്ര പേര് എഴുതി വന്നവരായിരിക്കും? ആ റാങ്ക് ലിസ്റ്റിൽ പഠിച്ചെഴുതി ജോലി വാങ്ങിച്ച് എത്ര പേരുണ്ടാവും? അവരുടെ എല്ലാം റാങ്ക് ലിസ്റ്റുകൾ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യമല്ലേ? ആ റാങ്ക് ലിസ്റ്റ് മൊത്തത്തിൽ എഴുതി തള്ളപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പൊ പഠിച്ചെഴുതിയവർക്ക് എന്താണ് ഈ നാട്ടിൽ ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്? ശിവരഞ്ജിത്തിന് കൊടി പിടിച്ചത് കൊണ്ടായിരിക്കാം അത് കൊടുത്തത്. പക്ഷെ ബാക്കിയുള്ളവർ എത്ര വർഷം പഠിച്ചിട്ടുണ്ടാകും? അതും പോട്ടെ, അതിനുശേഷം CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട് ജോലിക്ക് കയറാൻ കഴിയാത്തതിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് പഠിക്കലുള്ള സമരമുറകൾ നമ്മൾ കണ്ടു. PSCയുടെ കാര്യം പറയുമ്പോൾ എല്ലാ കാലത്തും എല്ലാ ചർച്ചകളിലും പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് CPO റാങ്ക് ലിസ്റ്റിൽ അത് പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ സമരമുറകൾ നമ്മൾ കണ്ടു. ഒന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അവരോട് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ അവരെ സഖാവ് പിണറായി വിജയനോട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചു പേര് പോയി. ആ സമയത്ത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്, കണ്ണൂരിലെ കുറച്ചു പേർക്ക് വേണമെങ്കിൽ ഞങ്ങൾ ജോലി കൊടുക്കാം, ബാക്കി ആർക്കും ജോലി കൊടുക്കാൻ കഴിയില്ല. ബാക്കിയുള്ളവർ ആരും കേരളത്തിലെ ജനങ്ങളായിരുന്നില്ലല്ലോ. അപ്പോൾ സഖാക്കൾക്ക് വേണമെങ്കിൽ ജോലി കൊടുക്കാം, അല്ലാതെ ബാക്കിയുള്ളവർക്ക് ആർക്കും ജോലി കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ 10 വർഷക്കാലം തൻ്റെ കീഴിൽ എല്ലാം വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോലിയാണെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം PSC എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രത്തോളം എഴുതുന്നതും അതിന്റെ പുറകെ പോകുന്നതും എന്തുകൊണ്ടാണ്? ബാക്കി കേരളത്തിൽ ഏത് ജോലിക്ക് പോകണമെങ്കിലും കാശ് കൊടുക്കണം. ദേവസ്വം ബോർഡിൽ പോകണമെങ്കിൽ കാശ് കൊടുക്കണം. ഏഴര അധ്യാപകരിലേക്ക് ഇപ്പോൾ പരീക്ഷ എഴുതി എത്ര റാങ്ക് ലിസ്റ്റ് വന്നാലും അഡ്മിഷൻ വേണമെങ്കിൽ കാശ് കൊടുത്തേ മതിയാവും. അപ്പോ കാശ് കൊടുത്ത് ഇവിടെ ജോലി വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കാശില്ലാതെ ആകെ കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് PSC പരീക്ഷ എഴുതിയാലാണ്. അതുപോലും ഇങ്ങനെ കളങ്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇന്ത്യയിൽ ഒട്ടാകെ ഒന്ന് നോക്കിയാൽ ഏറ്റവും സുതാര്യമായി സുന്ദരമായി പ്രവർത്തിക്കുന്ന ഒരു ബോർഡാണ് PSC എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇനി എത്ര പേർ ഇതിൽ വിശ്വസിക്കും? ഇപ്പോൾ വീട്ടിലെ കുട്ടികളാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ വീട്ടിലാണെന്ന് വിചാരിക്കുക, വീട്ടിൽ പറയുകയാണ് എനിക്കിപ്പോൾ കല്യാണം കഴിക്കേണ്ട, ഞാൻ 2 വർഷം PSC പഠിച്ച് എനിക്കൊരു ജോലി വേണം എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർ പറയില്ലേ, PSC നോക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കില്ലേ? എല്ലാ കാലത്തും പറയുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം. PSCയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് മിനിമം 4 വർഷം അതിന് വേണ്ടിയിട്ട് കളയാനുണ്ടെങ്കിൽ മാത്രമേ PSCയിൽ ജോലി കിട്ടുകയുള്ളൂ. അതൊരു കണക്കിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. 3 വർഷം to 4 വർഷം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതലും ജോലി കിട്ടുന്നത്. അതുകൂടാതെ തന്നെ കിട്ടുന്ന ആളുകളോ അതായത് ജോലി റാങ്ക് ലിസ്റ്റിൽ വന്നു ജോലി ആകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 0.001% ആണ്. അപ്പോൾ എത്ര പേര് എഴുതി കഴിഞ്ഞാൽ, ഒരു 100 പേര് എഴുതി കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ജോലി കിട്ടുന്നില്ല.
അപ്പോൾ 1000 പേര് എഴുതുമ്പോഴായിരിക്കും ഒരാൾക്ക് ജോലി കിട്ടുന്നത്. അങ്ങനെയുള്ള സംവിധാനത്തിൽ നിന്നാണ് ആ റാങ്ക് ലിസ്റ്റിലേക്ക് കയറി വരുന്നത്. ഇപ്പോൾ നടന്നിട്ടുള്ള എന്താണ്? ഇപ്പോൾ അതിലേക്ക് നിയമിതരായിട്ടുള്ള ആളുകൾ, ബാക്കിയുള്ള ആളുകൾ, അപ്പോൾ അതിൽ പഠിച്ചെഴുതിയത് ആരാണ്? പഠിക്കാതെ കടന്നു വന്നത് ആരാണ്? അധികാരം ഉപയോഗിച്ചുകൊണ്ട് കടന്നു വന്നത് ആരാണ്? ഇതെല്ലാം ചോദ്യം ചെയ്യുമ്പോൾ ഈ പഠിച്ചെഴുതി വന്നവരെ നാണം കെടുത്തുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? അവരുടെ പഠനത്തിന് എന്ത് വിലയാണ് ഈ സർക്കാർ കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങളുടെ മനസ്സിനെ പോലും നശിപ്പിക്കുന്ന രീതിയിൽ, അത് വിശ്വാസത്തെയാണ്, PSC എഴുതി എനിക്ക് ജോലി കിട്ടുമെന്ന് പറയുന്ന ഇവിടുത്തെ യുവജനങ്ങളുടെ വിശ്വാസത്തെയാണ് തകർത്ത് കളഞ്ഞത്. ഇതെന്താണെങ്കിലും ഇവിടുത്തെ എവിടെ പോയി SFI, എവിടെ പോയി DYFI? സ്വതന്ത്ര സംഘടനയാണല്ലോ. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങൾക്ക് ഇതിലൊന്നും ബന്ധമില്ല, ഞങ്ങൾ CPM-നെതിരെ വേണമെങ്കിലും സമരം ചെയ്യുമെന്ന് പറയുന്ന പോഷക സംഘടനയല്ലെന്ന് അവർ തന്നെ ഇരുന്ന് പറയുന്നു. പക്ഷെ യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ പോകുന്നത്? യുവാക്കളുടെ സംഘടനയല്ലേ? ഒരു വാക്കുകൊണ്ടെങ്കിലും PSC-യിൽ ഇങ്ങനൊരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, അങ്ങനെയെങ്കിലും ഒരു വാക്ക് പറയാൻ ഇവിടുത്തെ SFI-യും DYFI-യും എവിടെ പോയി? യുവജന സംഘടനയല്ലേ, യുവാക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, പാർട്ടിയല്ലല്ലോ. ഞങ്ങൾ പോഷക സംഘടന, ഞങ്ങൾ സ്വതന്ത്ര സംഘടന. എവിടെ പോയി സ്വതന്ത്ര സംഘടനയൊക്കെ? ഇതായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി വിജയനെതിരെ ഒരു വാക്ക് പോലും, ഒരു നോക്ക് പോലും ഒന്ന് ഭയപ്പെട്ടിരുന്നു, മുട്ടുവിറയ്ക്കുമായിരുന്നു. ഇപ്പോഴും അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ വിഷയത്തിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും പിണറായി വിജയനെ ഒന്ന് തൊട്ടു കഴിഞ്ഞാൽ മുട്ടുവിറയ്ക്കും SFI-ക്കും DYFI-ക്കും.